നമസ്തേ. നിറയെ ഗദ്യങ്ങളെന്ന് പറഞ്ഞ് പദ്യങ്ങളും പദ്യങ്ങളെന്ന് പറഞ്ഞ് ഗദ്യങ്ങളും എഴുതിയിടുന്നവരോട് പദ്യവും ഗദ്യവും രണ്ടും ഒന്നാണോ, അതോ പദ്യവും ഗദ്യവും രണ്ടും രണ്ടാണോ? സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നതിനനുസരിച്ച് പദ്യമെന്നാൽ ഗദ്യമല്ല, ഗദ്യമെന്നാൽ പദ്യവുമല്ല. ഇപ്പോൾ ഗദ്യകവിത, പദ്യകവിത പദ്യകവിത എന്നൊക്കെയാണ് പറയുന്നത്. ഇവ രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് കവിത? പിന്നെ എന്തിനാണ് ഗദ്യം എന്ന് പറയുന്ന ഒരു സാധനമുള്ളത്? ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസമൊന്ന് ഈ ഗദ്യകവിത എഴുതുന്നവരും ഗദ്യങ്ങൾ എഴുതുന്നവരും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കവിതയ്ക്ക് അതിൻ്റേതായ ഈണങ്ങളും ഭാവങ്ങളും ചില പ്രത്യേകമായ വാക്കുകളും വൃത്തങ്ങളും, ഇനി വൃത്തമില്ലെങ്കിൽ തന്നെ പോകട്ടെ, നല്ല ഈണവും ഭാവവും വരികളും ഒക്കെ ചേർന്നിരിക്കുന്ന നല്ല ഒരു മുത്തുമാല പോലെയുള്ള ഒന്നാണ് കവിത എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഗദ്യമെന്നാൽ നല്ല ഭാവാത്മകമായ വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള താളാത്മകമായി തന്നെ ഉള്ള ഒന്നാണ് ഗദ്യമെന്നത്. പക്ഷേ അതിന് ഒരു ഈണമൊന്നും ഉണ്ടാവുകയില്ല. പറയുന്നതിന് ഈണമുണ്ടാകാം, അല്ലാതെ ഈണമുണ്ടോ എന്ന് എനിക്കറിയില്ല. കവിതയും സാഹിത്യവും രണ്ടും രണ്ടല്ലേ? പദ്യവും ഗദ്യവും രണ്ടും രണ്ടല്ലേ? രണ്ടും ഒന്നാണെന്നാണ് പലരും പറയുന്നത്. ഇതിനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് ഇന്ന് കവിതയും സാഹിത്യവും ഒക്കെ എഴുതുന്നവർ പറയുന്നത്. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ഛനെ അമ്മ എന്ന് വിളിക്കാം, അമ്മയെ അച്ഛൻ എന്ന് വിളിക്കാം, അച്ഛനെ അളിയ എന്ന് വിളിക്കാം, അമ്മയെ ആൻറ്റി എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നവർക്ക് പദ്യത്തെ ഗദ്യമെന്നും വിളിക്കാം, ഗദ്യത്തെ പദ്യമെന്നും വിളിക്കാം. ഇത്രയേ പറയുവാനുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറയുക. പദ്യവും ഗദ്യവും രണ്ടും ഒന്നാണോ, അതോ രണ്ടും രണ്ടാണോ? നന്ദി, നമസ്കാരം.